കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുള്ള വരികൾ അടങ്ങിയ ബി.ജെ.പി. കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനം പിൻവലിച്ചു. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിൽ പറ്റിയ അമളി സമൂഹമാധ്യമത്തിൽ വൈറലായതിന് പിന്നാലെയാണ് നടപടി. അതിനിടെ ഉച്ചയൂണ് കഴിച്ച കാര്യം പബ്ലിസിറ്റിയാക്കി കെ. സുരേന്ദ്രൻ SC/ST വിഭാഗങ്ങളെ അവഹേളിച്ചെന്ന് കെ. മുരളീധരൻ ആരോപിച്ചു. അഴിമതിക്കു പേരുകേട്ട കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാനാണ് നിരക്ക കൂട്ടരേ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിലെ വരികളാണ് അബദ്ധവശാൽ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമായി വന്നത്. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണതന്ത്രം ഇന്ന് തച്ചുടക്കാൻ അണിനിരക്ക കൂട്ടരെ എന്ന വരികളാണ് ഗാനത്തിലുള്ളത്. കെ. സുരേന്ദ്രന്റെ പദയാത്രയിലെ ഔദ്യോഗിക ഗാനം യാത്രയിലുടനീളം കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ പരിഹസിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P.K. ഫിറോസ് ഗാനം സഹിതം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് ബി.ജെ.പിക്ക് പറ്റിയ അമളി സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തത്. പിന്നാലെ പ്രചരണ ഗാനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന IT സെല്ലിന് നേരെ പാർട്ടിക്കകത്തു നിന്ന് പോലും വിമർശനമുയർന്നു. തുടർന്നാണ് ഔദ്യോഗിക ഗാനം പിൻവലിച്ചത്. അഴിമതിക്കു പേരുകേട്ട കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാനാണ് നിരക്ക കൂട്ടരേ. SC/ST വിഭാഗങ്ങൾക്കൊപ്പം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണവും പോസ്റ്ററും രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. കെ. സുരേന്ദ്രൻ ജാതി മതത്തിന്റെ പേരിൽ പബ്ലിസിറ്റി നടത്തിയത് ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ വിമർശിച്ചു. ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചില പബ്ലിസിറ്റി നടത്തുന്നത് ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന ഒരു അവർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ആരുമായിട്ടും കാണാൻ, സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം, ഇതൊന്നും തെറ്റില്ല. പക്ഷേ SC/ST എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് അത് ചെയ്യുന്നത് നേരെ മറിച്ച് അവരുടെ പരാതികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ആളുകളോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ നോട്ടീസിൽ എഴുതുന്നത് ഒരു വളരെ മോശപ്പെട്ട ഏർപ്പാണ്. അങ്ങനൊരു സംസ്കാരം ശരിയല്ല. തുടക്കത്തിൽ കാര്യമായ ജനശ്രദ്ധ നേടാതിരുന്ന കെ. സുരേന്ദ്രന്റെ കേരള പദയാത്ര അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ കോഴിക്കോട് എത്തിയപ്പോഴാണ് വിവാദങ്ങളിൽ അകപ്പെട്ട് ശ്രദ്ധ നേടുന്നത്. നേതൃത്വത്തിന്റെ തുടർച്ചയായ വീഴ്ചകളിൽ ബി.ജെ.പിക്ക് അകത്തുനിന്ന് തന്നെ വിമർശനവും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.